തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിൽ. കന്യാകുമാരിയിൽ റോഡ് ഷോയുമായി തമിഴക വെട്രിക്കഴകം അധ്യക്ഷൻ വിജയ്. റാലിയിൽ വിജയ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ചു. മുഖ്യമന്ത്രി എം.കെ. സ്റ്റാലിന്റെയും പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ. പളനിസ്വാമിയുടെയും പ്രചാരണ പരിപാടികൾ തുടരുകയാണ്. 15-ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തമിഴ്നാട്ടിലെത്തും. കന്യാകുമാരിയിലെ 6 മണ്ഡലങ്ങളിലാണ് വിജയ്യുടെ റോഡ് ഷോ. DMK സർക്കാരിനെ രൂക്ഷമായി വിമർശിച്ച വിജയ് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും പ്രഖ്യാപിച്ചു. അഴിമതി മാത്രമാണ് നിലവിൽ നടക്കുന്നത്. കൈക്കൂലി പണത്തിന്റെ ഒരു വിഹിതം മന്ത്രിമാർക്ക് കൃത്യമായി എത്തിച്ചേരുന്നുണ്ട്. അതിന് തടയിടുകയാണ് ആദ്യം വേണ്ടത്. TVK അധികാരത്തിലെത്തിയാൽ കൈക്കൂലിയില്ലാതെ സർക്കാർ സേവനങ്ങൾ എല്ലാ വീടുകളിലുമെത്തും. ആധാർ കാർഡ് മാതൃകയിൽ തമിഴ്നാട് സിറ്റിസൺഷിപ്പ് കാർഡ് പുറത്തിറക്കും. 5000-ലധികം ജനങ്ങൾ ഒപ്പിട്ട ഏതു പരാതിയും നിയമസഭയിൽ ചർച്ച ചെയ്യും. ട്രോളിംഗ് നിരോധന സമയത്ത് മത്സ്യത്തൊഴിലാളികൾക്ക് നൽകുന്ന തുക 8000-ൽ നിന്ന് 20,000-ആക്കി ഉയർത്തുമെന്നും വിജയ് പറഞ്ഞു. இந்த 4 முனை போட்டி 40 முனை போட்டின்னு எத்தனை முனை போட்டின்னு எத்தனை உருட்டினாலும் இங்க 2 முனை போட்டி தான். ஒன்னு TVK, இன்னொன்னு DMK. மக்கள் விரோத ஆட்சி நடத்துற ஸ்டாலின் சார் வேணுமா? മക്കളെ നേസിക്കുന്ന ഉങ്ക വിജയ് വേണുമാ? പ്രധാനമന്ത്രി നരേന്ദ്രമോദി 15-ന് തമിഴ്നാട്ടിൽ പ്രചാരണത്തിനായി എത്തും. നാഗർകോവിലാണ് പര്യടനം. വൈകിട്ട് 4:30-ന് വെപ്പമൂട് മുതൽ വടച്ചേരി വരെ റോഡ് ഷോ. തുടർന്ന് പൊതുയോഗത്തിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. മുഖ്യമന്ത്രി M.K. സ്റ്റാലിൻ പരമക്കുടി, തൂത്തുക്കുടി എന്നിവിടങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. പ്രതിപക്ഷ നേതാവ് എടപ്പാടി കെ. പളനിസ്വാമി നാഗപട്ടണം, പൂമ്പുഹാർ എന്നിവിടങ്ങളിലാണ് പ്രചാരണം നടത്തിയത്. DMK സഖ്യത്തിനായി മക്കൾ നീതി മയ്യം അധ്യക്ഷൻ കമൽഹാസൻ 17 മുതൽ 20 വരെ ചെന്നൈയിൽ പര്യടനം നടത്തും. 24 ചെന്നൈ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.